ബീൻസിൻ്റെ മെഴുക്കുപുരട്ടിയാണ് ഇന്നുണ്ടാക്കുന്നത്. അത് കുറച്ച് നീളത്തിലാണത് നുറുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേവിക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, അതിനകത്തേക്ക് ഈ അരിഞ്ഞ ബീൻസ് എല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് തുള്ളി വെള്ളം ഒഴിക്കണം, കുറച്ച് വെള്ളം മതിയേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ഹാഫ് ബോയിൽ വേവിച്ചാൽ മതി. പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി, നമ്മൾ കറിവേപ്പില അതിലോട്ടിടാൻ പോവുകയാണേ. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത് ഇട്ടു. അത് നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ മതി. അതിനകത്തോട്ട് നമ്മളെ വേവിച്ച് വെച്ചേക്കുന്ന ബീൻസ് ഇടാവേ. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് വെക്കണം. പിന്നെ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാം, പക്ഷെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി ഇതിന് ആവശ്യമാണ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഒരുവിധം ഹാഫ് ബോയിലാണല്ലോ, അപ്പം ബാക്കി ഇങ്ങനെ ഒന്ന് വഴന്നാൽ മാത്രം മതി. അത് നല്ല പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം.